വാർത്തകൾ വിശദമായി. തിരുവനന്തപുരം കഠിനംകുളം കൂട്ടബലാത്സംഗ കേസിലെ മുഖ്യപ്രതി പിടിയിൽ. മുഖ്യ ആസൂത്രകനായ നൌഫൽ എന്നയാളാണ് പിടിയിലായത്. BS അനു ചേരുന്നു വിവരങ്ങളുമായി. അനു, എവിടെ വെച്ചാണ് ഇയാൾ പിടിയിലായത്? എന്താണ് കേസിലെ ഇയാളുടെ പങ്കാളിത്തം? സനീഷ്, ഇന്ന് പുലർച്ചെ കഠിനംകുളം സാമാങ്കരയിലെ നൌഫലിന്റെ ഭാര്യ വീട്ടിൽ നിന്നാണ് നൌഫലിനെ പിടികൂടിയത്. ഇയാൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയെ ഈ ബലാത്സംഗം ചെയ്ത സ്ഥലത്തേക്ക് തട്ടിക്കൊണ്ടുപോയത് ഇയാളുടെ ഓട്ടോയിലാണ്. മാത്രമല്ല, ഈ വീട്ടിൽ നിന്നും കൃത്യമായി പ്ലാൻ ചെയ്ത് ഭർത്താവ് റോഡിൽ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് അടക്കം പറഞ്ഞ് ഈ പെൺകുട്ടിയെ വെളിയിലേക്ക് ഇറക്കുന്നത് ഇയാളാണെന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യപ്രതികളിൽ ഒരാളാണ് നൌഫൽ ഷാ എന്ന 27 വയസ്സുകാരൻ. ഇയാളെയാണ് ഇന്ന് പുലർച്ചയോടുകൂടി കഠിനംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഏതായിരുന്നാലും ഈ കേസിലെ ഇതോടുകൂടി കേസിലെ എല്ലാ പ്രതികളെയും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 6 പ്രതികളാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അവരിപ്പോൾ നിലവിൽ റിമാൻഡിലാണ്. ഇനി ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി, മുഖ്യപ്രതിയായ നൌഫലിനെ ആയിരുന്നു പിടികൂടാനുണ്ടായിരുന്നത്. ഇയാളെയും പിടികൂടിയിരിക്കുന്നു. ഈ കേസിലെ എല്ലാ പ്രതികളെയും അതായത് തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു. സനീഷ്, ശരി, നന്ദി അനു വിവരങ്ങൾക്ക്. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4 ലക്ഷം കടന്നു. 70 ലക്ഷത്തിനടുത്താണ് രോഗബാധിതരുടെ എണ്ണം. 34 ലക്ഷത്തിലധികം പേർക്ക് ഇതുവരെ രോഗം ഭേദമായിട്ടുണ്ട്. അമേരിക്കയിൽ രോഗബാധിതരുടെ എണ്ണം 20 ലക്ഷത്തോടടുക്കുകയാണ്. 1,12,000-ലേറെ പേർ ഇതുവരെ മരിച്ചു. ബ്രസീലിൽ മരണം 35,000 കടന്നു. 1,78,000-ലേറെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെ ആകെ മരണം. 21 ലക്ഷത്തിനടുത്ത് രോഗബാധിതർ അവിടങ്ങളിലുണ്ട്. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 2.5 ലക്ഷത്തിലേക്ക്. 6,642 പേരാണ് ഇതുവരെ മരിച്ചത്. മഹാരാഷ്ട്രയിൽ മാത്രം കോവിഡ് ബാധിതരുടെ എണ്ണം 80,000 കടന്നു. തമിഴ്നാട്ടിൽ ഇന്നലെ 1,458 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ തമിഴ്നാട്ടിൽ ആകെ രോഗബാധിതരുടെ എണ്ണം 30,000-ലേറെയായി. ഡൽഹിയിലെ ആശുപത്രികളിൽ കോവിഡ് ചികിത്സ ഡൽഹിക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്താൻ സർക്കാർ ഏർപ്പെടുത്തിയ വിദഗ്ധ സമിതി ശുപാർശ നൽകി. രോഗികളുടെ എണ്ണം 1/4 ലക്ഷം കടന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. തുടർച്ചയായ 2ാം ദിവസവും സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 100 കടന്നു. ഇന്നലെ 108 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 1000-ലേറെയായി. 1029 രോഗികളാണ് സംസ്ഥാനത്തുള്ളത്. ഇതുവരെ 762 പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 64 പേർ വിദേശത്തു നിന്നും 34 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയതാണ്. കൊല്ലത്ത് 19, തൃശ്ശൂരിൽ 16, മലപ്പുറം, കണ്ണൂർ എന്നിവിടങ്ങളിൽ 12 പേർക്ക് വീതവുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് നിലവിൽ 1,83,000 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 1,615 പേർ ആളുകൾക്ക് മാത്രമാണ് യാത്രാനുമതി. ആശുപത്രി, മെഡിക്കൽ സ്റ്റോർ, ലബോറട്ടറി തുടങ്ങിയവയ്ക്ക് പ്രവർത്തനാനുമതിയുണ്ട്. ആരാധനാലയങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ എന്നിവയ്ക്ക് ചൊവ്വാഴ്ച പ്രവർത്തിക്കാൻ അനുമതി നൽകിയതിനാൽ ഇതിന് മുന്നോടിയായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നാളെ നടക്കും. തിരുവനന്തപുരത്ത് നിന്ന് S. ശരൺ വിവരങ്ങളുമായി ചേരുന്നു. ശരൺ, ഇന്ന് കഴിഞ്ഞ ഞായറാഴ്ചകളിലെന്ന പോലെ സമ്പൂർണ്ണമായി അടഞ്ഞുകിടക്കുകയാണല്ലോ സംസ്ഥാനം. ഇന്ന് ഈ വരും ദിവസങ്ങളിൽ തുറക്കേണ്ടുന്ന മാൾ പോലുള്ള ഇടങ്ങളിൽ ഇന്ന് പ്രവൃത്തികൾ നടക്കുന്നുണ്ടോ? വിവരങ്ങൾ എന്താണ്? സനീഷ്, ഈ ലോക്ക്ഡൗണിൽ കൂടുതൽ ഇളവുകൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ ഇളവുകൾ നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും സമ്പൂർണ്ണ ലോക്ക്ഡൗണിൽ മാറ്റം വന്നിട്ടില്ല. ഞായറാഴ്ചകളിലാണ് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ നടപ്പിലാക്കാൻ നേരത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നത്. ഇതിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഞായറാഴ്ചകളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം വെള്ളയമ്പലത്താണ്. നമുക്കിവിടെ കാണാൻ കഴിയും വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമേ നിരത്തിലുള്ളൂ. ഇതോടൊപ്പം തന്നെ കടകളൊന്നും തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നില്ല. പ്രധാനമായും മെഡിക്കൽ സ്റ്റോറുകൾ, ഇതോടൊപ്പം തന്നെ ഹോട്ടലുകൾ അടക്കമുള്ള സർവീസുകൾ തുറന്ന് പ്രവർത്തിക്കാനാണ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. ഹോട്ടലുകൾക്ക് രാവിലെ 8 മണി മുതൽ രാത്രി 9 മണി വരെ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതിയുണ്ട്. പാഴ്സൽ സർവീസ് മാത്രമേ ലഭ്യമാവുകയുള്ളൂ. രാത്രി 10 മണി വരെ ഓൺലൈൻ സർവീസിനും അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് മറ്റ് കടകൾക്ക് ഒന്നും തുറന്ന് പ്രവർത്തിക്കാൻ അനുമതിയില്ലാത്ത അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് മാത്രമേ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതിയുള്ളൂ. മറ്റു കടകൾക്കൊന്നും തന്നെ അനുമതിയില്ല. ആ ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. രാവിലെ കടകളൊന്നും തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നില്ല. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം KSRTC സർവീസുകൾ. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ KSRTC സർവീസ് നടത്തിയിരുന്നതാണ്. എന്നാൽ ഇന്ന് KSRTC സർവീസ് ഇല്ല. ഇതോടൊപ്പം തന്നെ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾക്ക് പോലീസ് പാസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ ഞായറാഴ്ചകളിലെ സമ്പൂർണ്ണ ലോക്ക്ഡൌണിന്റെ ഭാഗമായിട്ടാണ് നിരത്തിൽ ഇറങ്ങുന്ന അവശ്യ
സർവീസുകൾക്കായിട്ട് പോലീസ് പാസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ പാസ് ഉള്ള ആളുകളെ മാത്രമാണ് പോലീസ് കടത്തിവിടുന്നത്. ഇന്ന് മഴയായതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ശക്തമായ ഒരു പരിശോധന നമുക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ കഴിയുന്നില്ല. എങ്കിൽ പോലും പ്രധാനപ്പെട്ട പോയിന്റുകളിലൊക്കെ ചെറിയ രീതിയിലെങ്കിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്, പാസ് ഉണ്ടെന്ന് ഉറപ്പാക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ആളുകളെ കടത്തിവിടുന്നുള്ളൂ. ഏതായാലും നമുക്കറിയാം, ഈ ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഞായറാഴ്ചകൾ തുടർന്നു പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് നമുക്ക് സമ്പൂർണ്ണ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായി തലസ്ഥാനത്ത് നിന്ന് കാണാൻ കഴിയുന്ന കാര്യം ഇത് തന്നെയാണ്. ജനങ്ങൾ പൂർണ്ണമായും തന്നെ സമ്പൂർണ്ണ ലോക്ക്ഡൗണിലോട്ട് പൂർണ്ണമായും സഹകരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് തലസ്ഥാനത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. ശരി, നന്ദി ശരൺ വിവരങ്ങൾക്ക്. മറ്റ് വാർത്തകളിലേക്ക്. പാലക്കാട് റിമാൻഡ് പ്രതിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പോക്സോ കേസിൽ അറസ്റ്റിലായി ആലത്തൂർ സബ് ജയിലിൽ കഴിയുന്ന മുണ്ടൂർ സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ആലത്തൂർ സബ് ജയിലിൽ നിന്ന് ഇയാളെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. മെയ് 30-നാണ് ഇയാൾ പോക്സോ കേസിൽ അറസ്റ്റിലാവുന്നത്. സബ് ജയിലിൽ കഴിയുന്ന 12 പേരുടെ സ്രവം പരിശോധനയ്ക്കെടുത്തിരുന്നു. ഇതിൽ 4 പേരുടെ പരിശോധനാ ഫലമാണ് പുറത്തു വന്നത്. മറ്റ് 3 പ്രതികളുടെ ഫലം നെഗറ്റീവാണ്. കോവിഡ് കേസുകൾ കൂടിയതോടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ OP സംവിധാനം മറ്റൊരിടത്തേക്ക് മാറ്റണം എന്ന ആവശ്യം ശക്തമാകുന്നു. മെഡിക്കൽ കോളേജിൽ OP നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും നടപടി വൈകുന്നത് പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിൽ മാത്രം 14 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ജില്ലാ ആശുപത്രിയിൽ മാത്രം 14 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ കോവിഡ് ചികിത്സ നടക്കുന്ന ഐസൊലേഷൻ വാർഡിലെ നഴ്സുമാർ മുതൽ സൂപ്രണ്ട് ഓഫീസിലെ ജീവനക്കാർ വരെയുണ്ട്. ഇതിനു പുറമെ ECG ടെക്നീഷ്യനും രോഗം ബാധിച്ചു. ജില്ലയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിച്ചതോടെ ജില്ലാ ആശുപത്രിയെ പൂർണ്ണമായും കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കണമെന്ന ആവശ്യമാണ് ശക്തമായിട്ടുള്ളത്. മറ്റു രോഗികൾക്കുള്ള OP വിഭാഗം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നും ആവശ്യമുയർന്നു. ഇതിനായി പാലക്കാട് മെഡിക്കൽ കോളേജാണ് അധികൃതർ തെരഞ്ഞെടുത്തത്. എന്നാൽ OP മാറ്റാനുള്ള നടപടി വൈകുകയാണ്. കോവിഡ് കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ അടിയന്തരമായി OP മാറ്റിയില്ലെങ്കിൽ കടുത്ത പ്രതിസന്ധിയാകും നേരിടേണ്ടി വരിക. ജില്ലാശുപത്രിയിലെ OP അതേപടി തുടരുന്നത് ഏറ്റവും വലിയ ഒരു റിസ്ക് ഫാക്ടറായിട്ട് ജില്ലാശുപത്രിയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച ഒരു നടപടി സ്വീകരിക്കാൻ, ഇത് മാറ്റാനുള്ള ഒരു നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാവണം. ഇപ്പോൾ കോവിഡ് വാർഡും മറ്റ് ചികിത്സാ വാർഡുകളും ജില്ലാ ആശുപത്രിയിൽ ഉള്ളതിനാൽ സമ്പർക്ക സാധ്യത വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ECG ടെക്നീഷ്യന് രോഗം ബാധിച്ചതിനാൽ ആശുപത്രിയിലെ മുഴുവൻ ECG ടെക്നീഷ്യന്മാരും നിരീക്ഷണത്തിലേക്ക് മാറേണ്ടി വന്നിരുന്നു. ഇതിനു പുറമെ കൂടുതൽ ജീവനക്കാരിൽ രോഗം വ്യാപിക്കുന്നത് കടുത്ത ആശങ്ക ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർ, ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ വീട്ടുനിരീക്ഷണത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് OP അടിയന്തരമായി മാറ്റണമെന്ന ആവശ്യം ശക്തമായിട്ടുള്ളത്. ന്യൂസ് 18 പാലക്കാട്. കോഴിക്കോട് 3 പേർക്ക് കോവിഡ് ബാധിച്ചതിന്റെ ഉറവിടം കണ്ടെത്താനായില്ല എന്ന് ആരോഗ്യവകുപ്പ്. സമൂഹ വ്യാപനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ജില്ലാ ഭരണകൂടം. മാവൂരിലെ 5 വയസ്സുകാരൻ, മണിയൂരിലെ ഗർഭിണി, കോട്ടൂളിയിലെ മധ്യവയസ്കൻ എന്നിവർക്ക് കോവിഡ് ബാധിച്ചതിന്റെ ഉറവിടമാണ് കണ്ടെത്താനാവാത്തത്. 5 വയസ്സുകാരന്റെ അമ്മ സ്വകാര്യ ആശുപത്രി ജീവനക്കാരിയാണ്. പരിശോധനയിൽ ഇവർക്ക് ഫലം നെഗറ്റീവാണെങ്കിലും രോഗവാഹകയാണോ എന്ന സംശയത്തിലാണ് ആരോഗ്യവകുപ്പ്. എന്നാൽ ഇവരുടെ സമ്പർക്കത്തിൽ ആർക്കും തന്നെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുമില്ല. മണിയൂരിലെ ഗർഭിണിയുടെയും കോട്ടൂളിയിലെ മധ്യവയസ്കന്റെയുമെല്ലാം സമ്പർക്ക പട്ടികയിലും കോവിഡ് ബാധിതരില്ല. ഇത് സംബന്ധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം വിശദമായി അന്വേഷിക്കും. ഈ ആദ്യം പോസിറ്റീവായ സ്ഥിതിക്ക് ഇത് എവിടെ നിന്നാണെന്നുള്ള അറിയാനുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിനാണ് അതിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത്. അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. ഉറവിടം കണ്ടെത്താനാവാതെ വരുന്നത് സമൂഹ വ്യാപനത്തിന്റെ തുടക്കമായാണ് വിലയിരുത്തൽ. ഇത്തരം കേസുകൾ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ഭയപ്പെടണമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. കൊല്ലം അഴീക്കൽ തുറമുഖവും അടച്ചു. കോവിഡ് വ്യാപന ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്. കഴിഞ്ഞ ദിവസം ശക്തികുളങ്ങര, നീണ്ടകര തുറമുഖങ്ങളും അടച്ചിരുന്നു. മത്സ്യ ലേല തൊഴിലാളിയായ കാവനാട് സ്വദേശി സേവ്യർ മരിച്ച ശേഷം അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ശക്തികുളങ്ങരയിലാണ് സേവ്യർ ജോലി ചെയ്തിരുന്നത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം വെർച്വൽ ക്യൂ വഴി മാത്രം. ഓൺലൈൻ ബുക്കിങ്ങിന് ആധാർ കാർഡ് നിർബന്ധമാണ്. ഒരു ദിവസം 750 പേർക്ക് ദർശനത്തിന് സൗകര്യമൊരുക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ദർശനത്തിന് ഓൺലൈനായി ബുക്ക് ചെയ്യണം. ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റിലൂടെയാണ് ദർശനത്തിനുള്ള ബുക്കിംഗ്. സ്വദേശ് ദർശൻ പദ്ധതിയുടെ ഭാഗമായി വെർച്വൽ ക്യൂവിനുള്ള ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ക്ഷേത്രത്തിൽ ആരംഭിച്ചിരുന്നു. ഓൺലൈൻ ബുക്കിങ്ങിന് തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാണ്. ആധാർ രേഖയ്ക്കാണ് മുൻഗണന.
ആധാർ പ്ലസ് ഇലക്ഷൻ ID വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇവരെ ആളെ മോണിറ്റർ ചെയ്യാൻ ആധാർ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് മോണിറ്റർ ചെയ്യാൻ നമുക്ക് പിന്നീട് എളുപ്പമാണ്. ചൊവ്വാഴ്ച മുതൽ 2 സ്ലോട്ടുകളിലായാണ് ദർശനം. രാവിലെ 8:15 മുതൽ 11:15 വരെയാണ് ആദ്യ സ്ലോട്ട്. വൈകിട്ട് 4:15 മുതൽ 6:30 വരെയാണ് രണ്ടാമത്തെ സ്ലോട്ട്. വെർച്വൽ ക്യൂ മുഖേന അല്ലാതെ ദർശനം അനുവദിക്കില്ല. മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര പരിസരം വിശാലമാണ്. അതുകൊണ്ട് തന്നെ 600 മുതൽ 780 പേർക്ക് വരെ ഒരു ദിവസം വെർച്വൽ ക്യൂ വഴി ദർശനം നടത്താൻ കഴിയും. VVIP ദർശനം ഉണ്ടാകില്ല. എങ്കിലും 2 സ്ലോട്ടുകളിലായി 5 മിനിറ്റ് ബുക്കിംഗ് ഇല്ലാതെ മാറ്റിവെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ പ്രവേശന കവാടത്തിൽ തന്നെ തെർമൽ സ്കാനിംഗ് ഉണ്ടാകും. ഇതുവരെ കാണിക്കയായി ലഭിച്ച തുക 2 ദിവസത്തിനുള്ളിൽ എണ്ണി തിട്ടപ്പെടുത്തും. ചൊവ്വാഴ്ച മുതൽ ലഭിക്കുന്ന കാണിക്ക മാത്രമാവും ഭണ്ഡാരങ്ങളിൽ ഉണ്ടാവുക. 65 വയസ്സ് കഴിഞ്ഞവർക്കും 10 വയസ്സിൽ താഴെയുള്ളവർക്കും പ്രവേശനമില്ല. പൂജാകർമ്മങ്ങളിൽ 65 വയസ്സ് കഴിഞ്ഞവരുടെ കാര്യത്തിൽ ക്ഷേത്ര ഭരണസമിതി ഉടൻ തീരുമാനമെടുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും കോവിഡ് കാലത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. വടക്കേ ഇന്ത്യയിൽ നിന്ന് നിരവധി തീർത്ഥാടകർ എത്തുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇത്തവണ വരുമാനമേ ലഭിച്ചില്ല. ഒരു മാസത്തിനപ്പുറം ശമ്പള വിതരണത്തിന് പോലും ബുദ്ധിമുട്ടാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ വ്യക്തമാക്കുന്നു. ക്ഷേത്രത്തിനുള്ള ഗ്രാന്റ് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ നിത്യച്ചെലവുകൾക്കും പ്രതിസന്ധി ഉണ്ടാകും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പരിസരത്തും നേരത്തെ ആരംഭിച്ച നവീകരണ പ്രവർത്തനങ്ങൾ പകുതി വഴിയിൽ നിലച്ചു. ക്ഷേത്രത്തിലെ സ്ഥിരം ജീവനക്കാരുടെ ശമ്പളത്തിന്റെ നിശ്ചിത ശതമാനം പിടിച്ചു. താൽക്കാലിക ജീവനക്കാരുടെ ജോലി മാസത്തിൽ 10 ദിവസമാക്കി വേതനം പരിമിതപ്പെടുത്തി. ലോക്ക്ഡൌണിൽ വരുമാനം കുത്തനെ ഇടിഞ്ഞതോടെ ചിലവ് ചുരുക്കാൻ ഇങ്ങനെ പല വഴികൾ തേടിയെങ്കിലും പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഒരു മാസത്തിനപ്പുറം ജീവനക്കാർക്ക് ശമ്പളം നൽകാനാവില്ലെന്ന് ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ. 2 മാസത്തിലധികമായിട്ട് യാതൊരു തുകയും അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം വരാതെ ഒരു സിറ്റുവേഷൻ ഉണ്ടായതോടുകൂടി സാമ്പത്തികമായിട്ട് ഒരു വല്ലാത്ത സിറ്റുവേഷനിലാണ് ക്ഷേത്രം പോകുന്നത്. 2 മാസമായിട്ട് ആ ബാങ്കുകളിൽ കിടക്കുന്ന തുക എടുത്താണ് നമ്മൾ ചെലവ്, നിത്യനിദാന ചെലവുകൾ, പൂജാവിധികൾ യാതൊരു ഭംഗം വരാതെ നടത്തുന്നുണ്ട്. ഇതേ രൂപത്തിൽ പോകാൻ സാലറി കൊടുക്കാൻ 1-1.5 മാസത്തോ തുക മാത്രമേ ക്ഷേത്രത്തിൻ്റെ കൈവശമുള്ളൂ. 1949 കവനന്റ് പ്രകാരം ദേവസ്വം ബോർഡിന് സർക്കാർ 1 കോടി രൂപ നൽകുമ്പോൾ അതിൽ 20 ലക്ഷം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് നൽകുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഈ ഗ്രാന്റ് 2 കോടി രൂപയാക്കി ഉയർത്തണമെന്നാണ് ആവശ്യം. ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിനോടും സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രതിമാസം ശരാശരി 1 കോടി മുതൽ വരുമാനം ലഭിച്ചിരുന്ന ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ മാസങ്ങളിലെ വരുമാനം 10 ലക്ഷത്തിൽ താഴെ മാത്രമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. സർക്കാർ അനുമതി നൽകിയെങ്കിലും നഗരപ്രദേശങ്ങളിലെ പല പള്ളികളും പെട്ടെന്ന് തുറക്കില്ല. കോവിഡ് പ്രതിരോധത്തിനായി നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കാൻ പ്രയാസമാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മുജാഹിദ് വിഭാഗമാണ് പള്ളികൾ പെട്ടെന്ന് തുറക്കേണ്ട എന്ന് തീരുമാനിച്ചത്. അതേസമയം തുറന്നു പ്രവർത്തിക്കുന്ന പള്ളികളിൽ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് സംഘടനകൾ മഹല്ല് കമ്മിറ്റികൾക്ക് നിർദ്ദേശങ്ങൾ കൈമാറി. എറണാകുളം ജില്ലയിലെ പള്ളികൾ തുറക്കേണ്ടതില്ല എന്ന് സംയുക്ത മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചു. ആരാധനാലയങ്ങളിലെത്തുന്നവരുടെ പേര് വിവരങ്ങൾ ശേഖരിക്കണം. 100-ൽ താഴെയുള്ള വിശ്വാസികൾക്ക് മാത്രമാണ് ആരാധനകളിൽ പങ്കെടുക്കാൻ കഴിയുക തുടങ്ങി കർശന നിർദ്ദേശങ്ങളാണ് കോവിഡ് വ്യാപനം തടയാൻ സർക്കാർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ദിവസവും ആയിരക്കണക്കിന് പേരാണ് നഗരപ്രദേശങ്ങളിലെ പള്ളികളിൽ വന്നുപോകുന്നത്. വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിന് ഇതിലും കൂടും. നഗരങ്ങളിലെ പള്ളികളിലെത്തുന്ന അപരിചിതരായ ആളുകളെ നിയന്ത്രിക്കുക പ്രയാസമാണ്. ഇതെല്ലാം വിലയിരുത്തിയാണ് നഗരങ്ങളിലെ പള്ളികൾ പെട്ടെന്ന് തുറക്കേണ്ടെന്ന KNM തീരുമാനം. ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള നിബന്ധനകളും മറ്റ് നിയന്ത്രണങ്ങളും ഇതെല്ലാം പാലിച്ചുകൊണ്ട് നടത്താൻ കഴിയുന്ന സ്ഥലത്ത് മാത്രമേ പെട്ടെന്ന് തുറക്കേണ്ടതുള്ളൂ. അതേസമയം സർക്കാർ നിയന്ത്രണങ്ങൾ പാലിച്ച് പള്ളികൾ തുറക്കാനാണ് സുന്നി ജമാഅത്തെ ഇസ്ലാമി സംഘടനകളുടെ തീരുമാനം. സ്വീകരിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കി മഹല്ല് കമ്മിറ്റികൾക്ക് സർക്കുലർ കൈമാറി. എറണാകുളം ജില്ലയിലെ പള്ളികൾ തുറക്കുന്ന കാര്യം കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമായ ശേഷം ആലോചിക്കുമെന്ന് സംയുക്ത മഹല്ല് കമ്മിറ്റി വ്യക്തമാക്കി. അതുവരെയും പള്ളികൾ അടച്ചിടും. നമ്മൾ ഗവൺമെന്റിനോട് സഹകരിച്ച് തന്നെ സാമൂഹ്യ വ്യാപനം എന്നുള്ളത് തടയുവാനായിട്ട് തൽക്കാലം പള്ളികളൊന്നും തന്നെ തുറന്ന് പ്രവർത്തിക്കേണ്ട. മറ്റിടങ്ങളിൽ തുറക്കുന്ന പള്ളികളിൽ ശുചീകരണം ഇന്ന് നടക്കും. ന്യൂസ് 18 കോഴിക്കോട്, കൊച്ചി. സ്കൂളുകൾക്ക് പിന്നാലെ മതബോധന ക്ലാസുകളും ഓൺലൈൻ ആകുന്നു. ലത്തീൻ സഭയുടെ വരാപ്പുഴ അതിരൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിലാണ് മതബോധന ക്ലാസുകൾ ഓൺലൈൻ സമ്പ്രദായത്തിലേക്ക് മാറിയത്. കോവിഡ് കാലത്ത് ജോലിയും വിദ്യാഭ്യാസവുമെല്ലാം ഓൺലൈനിലേക്ക് മാറി. പള്ളികളിലെ വിശുദ്ധ കുർബാനയടക്കമുള്ള ചടങ്ങുകൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ലൈവായി നൽകി. ഇനി മതപഠന ക്ലാസുകളുടെ ഊഴം. വരാപ്പുഴ അതിരൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക്
മതപഠനം ഓൺലൈൻ വഴിയാക്കി മാറ്റി. 1ാം ക്ലാസ് മുതൽ 13ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള ക്ലാസുകളാണ് ഓൺലൈനിലൂടെ വരാപ്പുഴ തിരുപതിയുടെ ഓൺലൈൻ യൂട്യൂബ് ചാനലായ കേരളവാണിയിലൂടെയാണ് സംപ്രേഷണം നടക്കുന്നത്. എല്ലാ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലുമാണ് ഈ ക്ലാസുകൾ നടത്തുക. ഇളവുകൾ ലഭിക്കുന്നതുവരെയും സൺഡേ ക്ലാസുകൾ എന്നറിയപ്പെടുന്ന മതബോധന ക്ലാസുകൾ ഓൺലൈനായി തുടരാൻ തന്നെയാണ് രൂപത ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 കൊച്ചി. വിദേശത്ത് നിന്ന് വരുന്നവർക്ക് ഇനി മുതൽ നിർബന്ധിത സർക്കാർ ക്വാറന്റൈൻ ഇല്ല. 14 ദിവസം വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞാൽ മതിയെന്ന് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കി. വീട്ടിൽ സൗകര്യമില്ലാത്തവരെ സർക്കാർ നിരീക്ഷണ കേന്ദ്രത്തിൽ പാർപ്പിക്കും. വിദേശത്ത് നിന്നെത്തുന്നവരുടെ നിർബന്ധിത ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ രീതി അവസാനിപ്പിച്ചു. സർക്കാർ ഒരുക്കിയ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 7 ദിവസം കഴിയണമെന്ന നിബന്ധന ഇനിയില്ല. പ്രവാസികൾ 14 ദിവസം ഹോം ക്വാറന്റൈനിൽ കഴിഞ്ഞാൽ മതി. വീട്ടിൽ ക്വാറന്റൈൻ സൗകര്യമുണ്ടോ എന്ന് വാർഡ് തല സമിതികൾ ഉറപ്പാക്കും. സൗകര്യമില്ലാത്തവർക്ക് പെയ്ഡ് ക്വാറന്റൈനിലോ സർക്കാർ കേന്ദ്രത്തിലോ കഴിയാം. ക്വാറന്റൈന് ശേഷമുള്ള 14 ദിവസം വീട്ടിലെ മറ്റംഗങ്ങളും പ്രത്യേകം വ്യക്തിഗത മുൻകരുതലെടുക്കുകയും അനാവശ്യ യാത്രകൾ ഒഴിവാക്കുകയും വേണം. വീടുകളും പാർപ്പിട സമുച്ചയങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ കേന്ദ്രങ്ങളാക്കാൻ ദുരന്ത നിവാരണ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. നേരത്തെ 7 ദിവസത്തെ സർക്കാർ നിരീക്ഷണത്തിന് പണം ഈടാക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. നിരീക്ഷണ കേന്ദ്രങ്ങൾ തുടരുന്നതിലെ ചെലവും നിരീക്ഷണത്തിൽ കഴിയുന്നവർക്കുണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്താണ് സർക്കാരിന്റെ പുതിയ തീരുമാനം. ഇതര സംസ്ഥാനത്ത് നിന്ന് വരുന്നവർക്ക് നേരത്തെ തന്നെ ഹോം ക്വാറന്റൈനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രവാസികളുടെ തിരിച്ചുവരവിന് സംസ്ഥാന സർക്കാർ തടസ്സം നിൽക്കുകയാണെന്ന് ആരോപിച്ച് പ്രക്ഷോഭം നടത്താൻ KMCC തീരുമാനം. 9-ന് കോഴിക്കോട് കലക്ടറേറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. പാലക്കാട് തിരുവിഴാങ്കുന്നിൽ സ്ഫോടക വസ്തു ഉപയോഗിച്ച് ആനയെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതികൾ കോടതിയിൽ കീഴടങ്ങുമെന്ന് സൂചന. തിരുവിഴാങ്കുന്ന് ഒതുക്കുംപറമ്പ് എസ്റ്റേറ്റ് ഉടമ അബ്ദുൽ കരീം, മകൻ റിയാസുദ്ദീൻ എന്നിവരാണ് കോടതിയിൽ കീഴടങ്ങാൻ നീക്കം നടത്തുന്നതായി അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചത്. ഒളിവിൽ പോയ ഇവർക്കായി വനം വകുപ്പും പോലീസും തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ മണൽ നീക്കത്തിൽ സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി CPI. മണൽ ലോബിക്കായി കരിമണൽ എത്തിച്ചു നൽകാൻ സർക്കാർ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുകയാണെന്ന് CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ആരോപിച്ചു. മണൽ കൊള്ള നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് തയ്യാറാക്കിയ പ്രമേയം മുഖ്യമന്ത്രിക്ക് കൈമാറി. മരട് നഗരസഭയ്ക്കെതിരെ മലിനീകരണ നിയന്ത്രണ ബോർഡ് മരടിലെ ഫ്ളാറ്റുകൾ പൊളിച്ച അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിൽ നഗരസഭ വീഴ്ച വരുത്തിയെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് കലക്ടർക്ക് റിപ്പോർട്ട് നൽകി. നഗരസഭയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പിഴ ഈടാക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. കാസർഗോഡ് മൂളിയാറിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിക്ക് വെട്ടേറ്റു. മാസ്തിക്കുണ്ടിലെ അബ്ദുൾ സത്താറിനാണ് വെട്ടേറ്റത്. പരിക്കേറ്റ സത്താറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഞ്ചാവ് സംഘമാണ് അക്രമത്തിന് പിന്നിൽ എന്നാണ് സൂചന. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏറെ പ്രതീക്ഷയോടെ തുടങ്ങിയ പൂകൃഷി വൻ നഷ്ടത്തിലാകുന്നതിൻ്റെ വിഷമത്തിലാണ് മലപ്പുറം വണ്ടൂർ മേഖലയിലെ കർഷകർ. പരീക്ഷണാടിസ്ഥാനത്തിൽ സർക്കാർ സഹായത്തോടെ തുടങ്ങിയ കൃഷിക്ക് തിരിച്ചടിയായത് കോവിഡാണ്. മഴക്കാലം കൂടി തുടങ്ങിയതോടെ കർഷകർക്ക് ആധിയേറുകയാണ്. വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കൾ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയാണ്. പക്ഷേ പണം മുടക്കി കൃഷി ചെയ്തവർക്ക് ഈ പൂക്കളുടെ സുഗന്ധവും ഭംഗിയൊന്നും ഇന്ന് മറ്റുള്ളവരെ പോലെ ആസ്വദിക്കാനാവില്ല. തിരുവാലി കോട്ടോല സ്വദേശിനി സവിതയും ഭർത്താവ് കുന്നിക്കൽ സുനിൽകുമാറും ഏറെ പ്രതീക്ഷയോടെയാണ് ഇത്തവണ ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സഹായവും നൽകി. കനത്ത വേനൽ അതിജീവിച്ച് ചെടികൾ പൂത്തുലഞ്ഞു. പക്ഷേ കോവിഡ് കാരണം പൂക്കൾ വിൽക്കാൻ സാധിക്കുന്നില്ല. പൂക്കൾ വെറുതെ വീണു പോകേണ്ടെന്ന് കരുതി ഇവർ മാല കോർക്കുകയാണ്. നല്ല വിളവാണ് ഇപ്രാവശ്യം കിട്ടിയത്. ഞങ്ങൾ ഓരോ ചെടികളും മുക്കിയാണ് നനച്ചത്. ലോക്ക്ഡൗൺ ആയിരുന്നിട്ടും ഞങ്ങൾ അതിന് എന്തൊക്കെയാണ് വേണ്ട വെച്ചാൽ എല്ലാ പരിചരണങ്ങളും കൊടുത്തു. എന്താ പറയുക, നല്ല വലിയ പൂക്കൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇനി വിപണിയാണ് ഇതിന് വേണ്ടത്. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ 7.5 ഏക്കറിലാണ് പൂക്കൃഷിയുള്ളത്. എല്ലായിടത്തും മികച്ച വിളവാണെന്നും അതേസമയം വിപണി കണ്ടെത്താനാകാത്തത് പ്രയാസം നൽകുന്നതായും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷീന രാജൻ പറഞ്ഞു. ആദ്യമൊക്കെ ഓൺലൈൻ എന്നുള്ള രീതിയിൽ വിപണി കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഈ ലോക്ക്ഡൗണും കൊറോണ എന്ന് പറയുന്ന ഒരു മഹാമാരി വന്ന ഒരു അടിസ്ഥാനത്തിൽ
സത്യത്തിൽ ഇത് പൂക്കൃഷി കർഷകരെയൊക്കെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. ആരാധനാലയങ്ങൾ തുറക്കുന്നതും വിവാഹങ്ങൾക്ക് കുറെ കൂടി ഇളവുകൾ നൽകുന്നതും ഗുണം ചെയ്യും എന്ന പ്രതീക്ഷയിലാണിവർ. ന്യൂസ് 18 മലപ്പുറം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.